ഗൈസിൻ്റെ പുതിയ വിളിക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം നമുക്ക് എന്ത് കറങ്ങാൻ വല്ലതും പോകണോ? ഒരു മിനിറ്റ്, എൻ്റെ ഫ്രണ്ട് വിളിക്കാൻ തോന്നുന്നു. ഹലോടാ, എന്താ വിളിച്ചേ? എടാ ഫ്രാങ്ക്ലിനെ, നീയേ ഞാനൊരു വോയിസ് കേൾപ്പിച്ചുതരാം, നീ അത് കേട്ടു നോക്ക്. ബ്രേക്കിംഗ് ന്യൂസ്, നമ്മുടെ സിറ്റിയിൽ ഇപ്പോൾ വന്നേക്കാണ് പുതിയൊരു ലംബോർഗിനി ഉറൂസ്. ഇത് എയർപോർട്ടിലാണ് ഉള്ളത്. സെക്യൂരിറ്റീസ് കാണാൻ ചാൻസ് ഉണ്ട്. ആരെങ്കിലും അടിച്ചു മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ കഥ തീർന്നു. ഇത് ഒരു റാം ചലഞ്ച് കംപ്ലീറ്റ് ചെയ്ത ഇത് ഇന്ന് വൈകുന്നേരത്തുള്ള ഒരു ഓൾറെഡി എല്ലാവരും പേര് കൊടുത്ത റാം ചലഞ്ച് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ വണ്ടി കിട്ടും. ഇനി ആർക്കും രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. സോറി ഫോർ ദിസ് ഇൻഫർമേഷൻ, സാഡ് ഇൻഫർമേഷൻ. കാരണം എല്ലാവരും രജിസ്റ്റർ ചെയ്ത് ഫുള്ളായി. ഇനി ആർക്കും രജിസ്റ്റർ ചെയ്യാൻ പറ്റൂല, സോറി. എടാ ഇതെന്തുവാടാ ഇത്? നീ എടാ എന്തത് കുഴപ്പമൊന്നുമല്ല. ഇത് ന്യൂസിൽ ഇവന്മാർ രജിസ്റ്റർ ചെയ്തിട്ടാ കാണിച്ചത്. ഞാൻ ഇപ്പം എന്തുട്ട് ചെയ്യാൻ? അപ്പം നീ എന്താ ഉദ്ദേശിക്കുന്നത്? അടിച്ചു മാറ്റുക? എക്സ്കാരില്ലേ അടിച്ചു മാറ്റാം. പോലീസ് എന്തായാലും നിന്നെ തേടി വരും. ഭേദം ഞാൻ പറയുന്നത് നീ നേരെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഞാൻ പതുക്കെ ഇല്ലേ ഒരു കാര്യം ചെയ്യാം. ഇത് എൻ്റെ വേറൊരു സിറ്റി അവിടെ പതുക്കെ ഞാൻ പോലീസ് കാണാതെ കടത്താം. ഇതെല്ലാം നടക്കുമോ? നീ പോലീസ് വന്ന് നമ്മളെ പിടിച്ചാൽ ഞാൻ കൊല്ലും നിന്നെ ഇടിച്ച് പൂസാക്കും ഞാൻ. ഒന്നും സംഭവിക്കില്ലടാ, നീ പോയി അങ്ങ് അടിച്ച് മാറ്റ്. ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പം നമ്മുടെ ഫ്രണ്ട് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ പുതിയ ഒരു വണ്ടി വന്നതാ, ലംബോർഗിനി ഉറൂസ്. നമുക്കപ്പോൾ പോലീസ് സ്റ്റേഷനിലോ എയർപോർട്ട് നമുക്കത് അടിച്ച് മാറ്റാമെന്നാ. അവൻ നേരെ അത് കൊണ്ട് കൊടുത്താൽ മതിയായിരുന്നു ഗൈസ്. നേരെ എന്നുവെച്ചാൽ അത് നേരെ അവൻ നേരെ സൂക്ഷിച്ചാരും കാണാതെ കൊണ്ടുപോയാൽ മതിയായിരുന്നു. അത്രേ എനിക്കുള്ളൂ. നേരെ അടിച്ചു മാറ്റിയിട്ട് അവൻ്റെ വീട്ടിൽ കൊണ്ടുപോകാന്നാ പറഞ്ഞത്. നമുക്കെന്തായാലും പോവാം. ലെറ്റ്സ് ഗോ. ഇവിടെ എവിടെയാണെന്നാ പറഞ്ഞത്, ഞാൻ നോക്കട്ടെ. ചിലപ്പോൾ ഇവിടെ സൈഡിലൊരു വെയർ ഹൗസ് ഉണ്ട്, അതിനകത്തെല്ലാം ആണോ എന്തോ. താണ്ടെടുക്കണത് ഇതെന്ത് ഒളിപ്പിച്ചു വെച്ചേക്കാണ്. ഓക്കെ, നമുക്ക് നൈസായിട്ട് പോയി അടിച്ച് മാറ്റാം.